ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സിഗരറ്റ് പാൻറ് കട്ടിങ്ങുമായിട്ടാണ്. അതിനായി 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. തുണി ഇതുപോലെ രണ്ടായി മടക്കിയെടുക്കാം. തുണിയുടെ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റുകളും ജോയിൻ ചെയ്യാം. ഇനി ഈ പോയിന്റിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു എൽ ഷേപ്പ് പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഒരു കർവ് പോലെ വരയ്ക്കാം. ഇത് ചെയ്യുന്ന ഫ്രണ്ട് പാർട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ലൈനിൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 14 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് താഴോട്ട് മെഷറിംഗ് ടേപ്പ് വെച്ചുകൊണ്ടാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 37 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. സീം അലവൻസിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. വേണമെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാവുന്നതാണ്. ഇനി പകുതി മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിന്റുകളും നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 ഇഞ്ച് കിട്ടി. ഇനി കിട്ടിയ ഈ പോയിന്റ് ഇവിടെയും നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്ക് കട്ട് ചെയ്യുന്നത്. ഇനി ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണിയുണ്ടല്ലോ, അതെടുക്കുക. അതിന് മുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ മെഷർമെൻറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. 39 ഇഞ്ചിനേക്കാളും കൂടുതൽ നീളമുള്ള തുണിയാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്ക് പാർട്ടിൻ്റെ മുകളിലായിട്ട് ചെയ്യേണ്ട ഒരു കട്ടിങ്ങാണ്. ഇവിടെ തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോയുടെ അവസാനം അത് കാണിച്ചത്. ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം തുണി മാറ്റി വെച്ച് ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ച് ലൈനിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കാം. ക്രോച്ച് ലൈനിൻ്റെ എൻഡ് ഭാഗത്ത് നിന്ന് നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്നാണ്. ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഒന്ന് കർവ് പോലെ വരച്ചു കൊടുക്കുക.
ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴോട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ചില തുണികൾക്ക് നീളം കുറവായിരിക്കും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന തുണിക്ക് നീളം കുറവായതുകൊണ്ട് കുറച്ച് ഭാഗം കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ കുറച്ച് തുണിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുള്ള മെഷർമെൻറ്റ് ഇതിൻ്റെ കട്ടിങ്ങിന് ശേഷം നമുക്ക് കാണാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ ബാലൻസ് ആണിത്. ഇത് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇതാണ് നേരത്തെ കട്ട് ചെയ്ത ബാക്ക് പാർട്ട്. ഇതിലാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനായി നമുക്കിവിടെ 3 ഇഞ്ച് മെഷർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് സ്കെയിൽ വെച്ചുകൊണ്ട് നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് വരയ്ക്കാം. ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ തുണി താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇലാസ്റ്റിക്കൊക്കെ താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനും നടക്കാനൊക്കെ പറ്റും. അതിനായിട്ടാണ് ഈ ചെറിയൊരു പീസ് തുണി ഇതുപോലെ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ തുണി കിട്ടുന്നതിൽ നമുക്ക് മുകൾ ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.